ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നലെ കാർത്തികയും വർഷയും കാണാൻ പോയായിരുന്നു വിയറ്റ്നാമിൽ നിന്ന് വന്നിട്ട് കഫി കാനയിൽ. ഗൈസ്, കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാനത് നോക്കിയില്ല. ആദ്യം അവരെ കണ്ടത്, അവർ പോകുന്ന സമയത്ത് സംസാരിച്ചത്, പിന്നെ ത്രൂ ഔട്ട് എനിക്ക് എൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അവരുടെ ഫ്രണ്ടിൽ ഞാൻ ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോണോയിൽ എപ്പോഴും ഇടുന്നുണ്ട്, അത് മാത്രമാണ് വർക്കായത്. അപ്പോൾ അവരുടെ സൗണ്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ എഴുതാൻ പോകുന്ന വ്ളോഗിൽ മിക്കവാറും അവരുടെ സൗണ്ട് മാത്രമേ ക്ലിയർ ആയിട്ട് കേൾക്കത്തുള്ളൂ. എൻ്റെത് കുറച്ച് പ്രശ്നം കാണും. ക്ഷമിക്കൂ ഗൈസ്, മൈക്കും ഞാനുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ല. അത് ഇനിയെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മേ ബി കുറച്ച് നാൾ റെസ്റ്റ് എടുത്തിട്ട് വന്നതിൻ്റെ അശ്രദ്ധയായിരിക്കും മിക്കവാറും. ഇപ്പം എനിക്ക് എന്തായാലും മനസ്സിലായി, ഈ മൈക്ക് പച്ച കത്തി കിടക്കണമെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ്. അത് രണ്ടും ശ്രദ്ധിച്ചിട്ടേ ഇനി റെക്കോർഡിങ് തുടങ്ങുന്നുള്ളൂ. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ടെൻഷനിൽ ഇതൊന്നും ആലോചിക്കില്ല. പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. അത് നമ്മൾ പെട്ടെന്ന് ക്യാമറ എടുത്ത് വെച്ച് ഓരോന്ന് റെക്കോർഡ് ചെയ്യുമ്പം എല്ലാം വിട്ടുപോകാൻ കഴിച്ചത്. മൈക്ക് ശ്രദ്ധിക്കില്ല, അപ്പോൾ ഫോക്കസിലാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പിടിയില്ലാത്ത രീതിയിലാണ് ഈ വ്ളോഗിങ് എന്നാണ് പരിപാടി. ഇപ്പോൾ കാർത്തിയൊക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ സ്ക്രീനിൽ നോക്കിയിട്ട് അവർ നെക്കിത്തരും, അത് ഫോക്കസിലല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന്. ഈ ഐഫോൺ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഓട്ടോ ഫോക്കസ് സെറ്റ് ആക്കണം കഴിച്ച്. ഈ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഫേസിൽ വയ്ക്കുമ്പം അത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും തന്നെ പണ്ട് ഈ പ്രശ്നം ഇല്ലായിരുന്നു. ജസ്റ്റ് അത്യാവശ്യമൊക്കെ അത് ഫോക്കസ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫോക്കസിങ് ഡിസ്റ്റൻസ് കുറഞ്ഞ് വരെയാണെന്ന് തോന്നുന്നു. ഭയങ്കര പണിയാണ് വ്ളോഗ് ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നല്ല രീതിയിൽ ഇതേപോലെ ഫോക്കസ് ഇഷ്യൂ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും ഗൈസ്. വ്ളോഗിങ് വൻ സീനാണ്. അപ്പോൾ പറയാൻ വന്നതെന്ന് ഗൈസ്, ഞാൻ ഇപ്പം വെൽക്കേറി പോയിട്ട് വന്നേ ഉള്ളൂ സ്റ്റിച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ വേദനയൊക്കെ പോയി ഗൈസ്, എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചാളൊന്നുകൂടെ ഞാനങ്ങനെ അധികം ഒന്നും അനക്കാതെ സെറ്റാക്കി കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും നന്ദി പറയാനുള്ള അവിടുത്തെ സിസ്റ്റർമാരുടെ അടുത്തും പിന്നെ ഡോക്ടർ ലിജോയുടെ അടുത്തുമാണ്. പുള്ളി അടിപൊളിയാണ് ഗൈസ്, അടിപൊളി സർജൻ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സർജിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് പോവുക, അടിപൊളിയായിട്ട് സംഭവം ചെയ്തു തരും. വെരി കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ, മനസ്സിലായാലും. അപ്പം അങ്ങനെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ബാക്ക് ഇൻ ആക്ഷൻ ആവാം. ഇന്ന് സോനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സോനു, ഹാപ്പി ബർത്ത്ഡേ ഡാ. ഡോക്ടർ, നമ്മുടെ കുടുംബ ഡോക്ടറാണ് അവൻ. അപ്പോൾ ഇന്ന് അവനെ കാണാൻ പറ്റുമെങ്കിൽ പോകണം. എന്തായാലും നോക്കാം ഗൈസ്. അവൻ്റെ ട്രീറ്റ് ഉണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ജസ്റ്റ് പോയി അവനെ കാണാം, അവന് വിഷ് ചെയ്തിട്ട് വരാം. പിന്നെ അറിഞ്ഞൂടാ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന്, കാർത്തി വിളിക്കുമോ ഫ്രീ ആവുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. നമ്മൾ വീണ്ടും ബാക്ക് ഇൻ ആക്ഷനായിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം വ്ളോഗ് ചെയ്യാൻ. ട്രാവലിങ്ങും തുടങ്ങും കഴിയും, ഞാൻ അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ് സി. എന്തായാലും തിരിച്ച് ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഡയറ്റ് കുറച്ച് നോക്കണം, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മീ. താങ്ക് യു ഗൈസ് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ് യു ഓൾ. എന്തായാലും അടുത്ത് ഇനി എന്താണ് പരിപാടി നോക്കിയിട്ട് കാണാം. ബൈ. ഹേ ഗൈസ്, അങ്ങനെ വി ആർ ബാക്ക്. ഇപ്പോൾ നമ്മുടെ സോനുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവനെന്തെങ്കിലും ഗിഫ്റ്റ് പോയി തപ്പട്ടെ ഗൈസ്. ഷൂസോ വല്ലോ നോക്കാൻ പറഞ്ഞു ഷാസും പറഞ്ഞു. ഷൂസോ വലിയ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും തപ്പാം ഗൈസ്. എന്നിട്ട് ഏതോ റെസ്റ്റോ ബാറിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയി കൊടുക്കണോ അതോ ഗിഫ്റ്റും കൊണ്ട് എങ്ങനെയാണ് റെസ്റ്റോ ബാറിൻ്റെ അകത്ത് കയറി പോകുന്നത്? നോക്കട്ടെ ഗൈസ്. എന്തായാലും വാങ്ങിച്ച് വെച്ചേക്കാം, എന്നിട്ട് അവനെ കാണുമ്പോൾ കൊടുക്കാം. അപ്പം ഞാൻ ഫോറം മോളിലൊന്ന് ഓർഡർ ചെയ്തു, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം. പറ്റുമെങ്കിൽ മറ്റെന്തോ എൻ്റെ പേര് ന്യൂ ബാലൻസിൽ പോയി നോക്കാം, എൻ്റെ ബഡ്ജറ്റിലുണ്ടോ എന്നുള്ളത്. ഓക്കെ, കാണാം ഗൈസ്. ഫോറത്തിൽ പോകും. ടാറ്റ ഗൈസ്. നമ്മൾ ന്യൂ ബാലൻസിലാണ്. അവന് ഈ ഷൂസ് അല്ലെങ്കിൽ ഈ ഷൂസ് വാങ്ങിക്കാന്നുള്ള പ്ലാനിലാണ്. ദിസ് വൺ ഓർ ദിസ് വൺ. മിക്കവാറും ഈ നീല എടുക്കും. കുഴപ്പമില്ല, കൊള്ളാം രസമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഷൂസ് എടുത്തവന് ഗിഫ്റ്റായിട്ട്. ഇതിൻ്റെ 10. അത് അവൻ്റെ വൈഫിൻ്റെ ചോദിച്ചിട്ട് അവൻ്റെ സൈസൊക്കെ തപ്പിയെടുത്ത്. സോ ഇതും കൊണ്ട് ഇനി ആ ക്ലബ്ബിൽ പോയി അവന് ഗിഫ്റ്റ് കൊടുക്കണം. ക്ലബ്ബിൽ കയറുന്നതിന് മുമ്പേ കൊടുക്കുക, അവിടെ വെളിയിൽ നിൽക്കാം, എന്നിട്ട് വരുമ്പോൾ കൊടുക്കാം. എനിവേസ്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡും കഴിക്കണം ഗൈസ്. ലെറ്റ് സി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ തൃപ്പൂണിത്തറയിലുള്ള എന്തോ ഓർബ് റെസ്റ്റോ ബാറിൽ പോവാണ്. അവരിപ്പോൾ അങ്ങോട്ട് വരും. ഇപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി വരാൻ കഴിച്ചു. ബർത്ത്ഡേ പോയി വന്നു. എങ്ങനെ കാണിക്കും, കാണാൻ പറ്റുമോ? വ്ളോഗാണോ? ഗൈസ്, എല്ലാവരും കൈ കാണിക്കും. എല്ലാവരും ഉണ്ടല്ലോ, ഫുൾ പാർട്ടി. അപ്പം അതല്ലേ നോക്കിയത്. ഓക്കെ ഗൈസ്, ഇതാണ് സോനുവിന്റെ പാർട്ടി ഗ്യാങ്. ആളെ കിട്ടി. ഇതെന്തോന്നു പാർട്ടി, ഫാമിലി പാർട്ടി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കേറട്ടെ. കേട്ടൊന്നും ആദ്യം. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ബോയ് നീതു ഹായ് പറഞ്ഞു. എല്ലാവരും ഹായ് പറയൂ.
ഹായ് 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 ഹായ്. ബർത്ത്ഡേ ബോയ് ഇവിടെ ഇരിക്കുകയാണ്. സൂപ്പർ സാധനം. ലിച്ചി ലിച്ചി. ഞാൻ ഓർഡർ ചെയ്ത ചീസ് ചെറി പൈനാപ്പിൾ. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഒരു രക്ഷയല്ല കേട്ടോ, അടിപൊളി ഫ്രൈഡ് റൈസ്. ഷെസ്വാൻ ചിക്കൻ അടിപൊളി ഫ്രൈഡ് റൈസ്. ഇതാണ് പിന്നെ എന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ്, ചീസ് ചെറി, ചീസും ചെറിയും പൈനാപ്പിളും കഴിക്കും. ഹാപ്പി ബർത്ത്ഡേ സോനു. ഹാപ്പി ബർത്ത്ഡേ സോനു. ഹാപ്പി ബർത്ത്ഡേ ഡാ, ഹാപ്പി ബർത്ത്ഡേ. ബൈ. ഗൈസ്, ഞാൻ കേക്ക് കഴിക്കട്ടെ. ബൈ. നടാ, ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ടാ? എല്ലാ ബ്രാൻഡും അതന്നെ ഞാൻ വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാ? വേണ്ട, ഞാനിപ്പോ നേരെ വീട്ടിൽ പോകാല്ലേ, എനിക്ക് കിടന്നുറങ്ങാമല്ലോ, അല്ലെങ്കിൽ ഇതും കൊണ്ട് അവിടെ വരേണ്ടി വരും. അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് മിസ്റ്റർ സോനുവിന്, ബർത്ത്ഡേ ബോയ്. ഓക്കെ, അപ്പം അങ്ങനെ പാർട്ടി കഴിഞ്ഞു. അവളൊന്നുമല്ല, അവളെ ബർത്ത്ഡേ ഒന്നുമല്ല, അവള് വെറുതെ ഡാൻസാണ്. ഡാൻസ് കളിച്ച് തളർന്നിരിക്കുന്ന നോക്കിയ ഒരാൾക്ക്. ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? എവിടാ? അതേത് പാർട്ടി? അതേത് പാർട്ടിയാടാ? ഓ ശരിയാണ്, നീ എന്തോ പറഞ്ഞല്ലോ എവിടെയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി. അപ്പോൾ ആ ഒരു പാർട്ടിയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തരാം. ഓക്കെ, ഇന്നത്തേക്ക് മതി ഗൈസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഇതാണോ സാധനം കൈ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. സാധനം കൈ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ അല്ലേ? ഓൾറെഡി സിനിമയ്ക്ക് പോയല്ലേ? അപ്പൊ കാണാന്ന് ഞാൻ കണ്ടോളൂ. സിനിമ അല്ലാത്ത ഫാൻ അല്ലാത്ത പോലെ. എന്നിട്ട് നിങ്ങൾ വളരെ ലേറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ വൈകുന്നേരം കാണാവേ. ബൈ, താങ്ക് യു, ബൈ. അങ്ങനെ നമ്മൾ ഇന്ന് ഡേ 2 ഓഫ് സോനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി പരിപാടിയാണ്. അപ്പോൾ അവൻ്റെ എന്തോ ഒരു പ്രൈവറ്റ് ഒരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ടാണ് എന്തോ പരിപാടി നടത്തുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താണെന്ന് നോക്കാം ഗൈസ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വിയറ്റ്നാമിൽ നിന്നുള്ള സാധനങ്ങളും ദുബായിൽ നിന്നുള്ള സാധനങ്ങളും എടുത്തിട്ടുണ്ട് ടെസ്റ്റിന്. അപ്പോൾ അവിടെ എന്തായാലും ഒന്ന് കുറേ പേര് വരുമല്ലോ, അപ്പോൾ എല്ലാവരെയും കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക ഗൈസ്. ഞാൻ എന്തായാലും നേരെ അവൻ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലാറ്റിൽ പോവാം. അതിന് മുമ്പ് ഗൈസ് സൂപ്പർ വ്യൂ കേട്ടാ. അവർ ഏറ്റവും ടോപ്പിൽ വ്യൂ എടുത്തേക്കാണ്. പക്ഷെ എൻ്റെ പൊന്നു ഇതിലും വ്യൂസ്. വാവ്, ഇത് കൊള്ളാം കേട്ടാ. വ്യൂ ഉണ്ടാവും. പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെ കൊള്ളാം കേട്ടോ. നല്ല സെറ്റപ്പ്, ഐ ലൈക്ക് ഇറ്റ്. കട്ട വ്യൂ കേട്ടോ. നേരെ ബാൽക്കണി നോക്കണത് ഈ ഒരു വ്യൂവിലോട്ടാണ്. രസമുണ്ട്, അടിപൊളി സംഭവം കേട്ടോ. എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിൽ ഗൈസ് നല്ല സ്പോട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പം എനിക്ക് ബാക്കി നമ്മൾ കുറച്ച് ചില്ല് ചെയ്യട്ടെ. ഇതിന് ഇനിയിപ്പം ഗൈസ് ചട്ടാർ ചീസ് കൊള്ളാം, ഇത് ഡൺ. അവിടെ നമുക്ക് ഇത് ട്രൈ ചെയ്യാം. തെരിയാക്കി എന്നാടാ പൊട്ടിയിടാ. ഇതൊന്ന് ഫാഷൻ ഷൂട്ടാ. ചിപ്സ് പൊട്ടിക്കുന്നതിനും ബാക്ക്ഗ്രൗണ്ട്. കാട്ട് കോപ്പി റൈറ്റ് അടിക്കും. നീ എണ്ണം കഴിച്ചു ടേസ്റ്റ് ചെയ്തോ, കൊള്ളാവോ? തെരിയാക്കിയാണ്, തെരിയാക്കി ചിപ്സ്. സ്പൈസി ഒന്നുമല്ല, വാ
വലിയ ഇതില്ല, ചിക്കൻ്റെ ഒന്നും ഫ്ലേവർ ഇല്ല. ഇത് കുഴപ്പമില്ല, ഭയങ്കര മൈൽഡായിട്ടുള്ള ഫ്ലേവർ. പക്ഷെ കൊള്ളാം ഗൈസ്. അടുത്ത് നമുക്ക് ഇത് ട്രൈ ചെയ്യാം, സ്റ്റാക്സ് സ്പൈസി ലോബ്സ്റ്റർ. ഓക്കെ, തുറ. യൂട്യൂബ് കോപ്പിറൈറ്റ് ഇട്ടോ. നമ്മൾ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ പാട്ടിട്ടോ, മറ്റേത് മൊത്തം കോപ്പിറൈറ്റ് അടിച്ചിരിക്കും. സ്പൈസി ലോബ്സ്റ്റർ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സാധനം. ലോബ്സ്റ്റർ ചിപ്സ് കഴിച്ചിട്ടില്ല. കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കഴിക്കും. കൊള്ളാമോ? ചെറിയൊരു മധുരം പോലെ. നീ മണപ്പിക്കണ്ട, തിന്നാ മതി. ചെറിയൊരു സ്വീറ്റ്നെസ്സും ചെറിയൊരു സ്പൈസിനെസ്സും പതുക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് ഇപ്പൊ അടിക്കുന്നുണ്ട് കേട്ടാ. പയ്യെ പയ്യെ കഴിച്ചു വരുമ്പോ ലോബ്സ്റ്ററിന്റെ ടേസ്റ്റ് വന്നു. അതാണ് ഇവിടുത്തെ ലോബ്സ്റ്റർ വന്നു. കുറെ കഴിയുമ്പോഴേ അതിന്റെ എഫക്റ്റ് വരുന്നു. ചെറിയൊരു സ്വീറ്റ്നെസ്സും ചെറിയൊരു സ്പൈസിനെസ്സും. അതുകൊള്ളാം, അത് ഭയങ്കര മൈൽഡ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. ഇവിടെ ഇല്ല. കൊള്ളാം കഴിച്ച് ഈ സാധനം. ഇതെന്താ പറയുന്നത് ഗൈസ്? അടുത്തത് കുപ്പിയൊക്കെ മാറ്റി. ഇത് കൊക്കക്കോളയല്ലടാ ഗൈസ്, ഇത് കൊക്കക്കോളയാണ് കേട്ടോ. ഒന്നും തെറ്റിദ്ധരിക്കുന്നത്. ആരും പേടിക്കണ്ട. ഇതെന്തോ കറുമുറയാ? ഓ, ഇത് വെറൈറ്റി ആണല്ലോ. എന്താണ് ഫ്ലേവർ? ടോമിയാങ്. കൊള്ളാല്ലേ, ഒരു വെറൈറ്റി ടെക്സ്ചർ. കുറുക്കുറേരെ വേറൊരു വർഷം. ഇതോളാം അല്ലേ? ടേസ്റ്റ് ചെയ്യടേ. കൊള്ളാം. ഇതാകുമ്പോ കുറച്ച് ഫ്ലേവർ ഉണ്ട്. ഇത് നൈസ്. ഇത് ഇമ്പോർട്ട് ചെയ്താലും കച്ചവടമായി. നൈസ്. അപ്പൊ അത് കൊള്ളാം. നൈസ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാനല്ലോ നമുക്ക്. അടുത്തത് എന്നത് കോക്കനട്ട് കോഫി വേഫർ റോൾസ്. ഇതെനിക്ക് തോന്നുന്നു മധുരം ഒന്നും കേട്ടാ. ഇതും ട്രൈ ചെയ്തേക്കാം. ജോജോ ലൈസ് കൊള്ളാം. ലൈസും കൊള്ളാം. ടോമിയോ കൊള്ളാം. ടോമിയോ എന്നിട്ട് കുറുക്കുറേരെയൊക്കെ ടേസ്റ്റ്. മറ്റേ ബഗിൾസ് പോലെയാണോ? അത് തന്നെ. അതെ, ഇത് എന്താ മറ്റേ ഇത് മധുരം ആവാനാണ് ചാൻസ്. കുഴലപ്പോ അതാ ചോദിച്ചു. കോഫിയും കോക്കനട്ടും. അപ്പോൾ കൊള്ളാം കേട്ടോ. വെറൈറ്റി. വലിയ മധുരമൊന്നുമില്ല. ഇത് ചിലപ്പോൾ കൊച്ചു ചെറുക്കനെ ഇഷ്ടപ്പെടും, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അതും കൊള്ളാം. അടുത്തിന് ചോക്ലേറ്റ്സ് ഉണ്ട്, അതും കൂടെ നോക്കാം. ഗോഡിവ പിസ്റ്റാഷ്യോ കുനാഫ, ഗാലക്സി കുനാഫ ഡാർക്ക്, പിസ്റ്റാഷ്യോ കുനാഫ ഏഞ്ചൽ ഹെയർ ഫിൽഡ്, പിന്നെ ഗാലക്സി ഫ്യൂഷൻ പീച്ച് കക്കാവോ. ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. അത് മുടിയാണ്. തുറന്നു ഏഞ്ചലിന്റെ മുടിയൊക്കെ വരച്ചിട്ടുണ്ട്. നോക്കിയേ, തുറന്നു നോക്കിയേ. അകത്ത് ചിലപ്പോൾ മറ്റേ കോട്ടൺ ക്യാൻഡി പോലത്തെ സെറ്റപ്പ് ആയിക്കോടാ. ഇങ്ങനെ ഓരോ ബ്ലോക്ക് ആയിട്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ചു. ഇത് തന്നെ. ഓ നൈസ്. ഒരു ടേസ്റ്റ് അല്ലേ? കൊള്ളാം. സൂപ്പറാണ്. ഏഞ്ചൽ ഹെയർ. ലാസ്റ്റ് ഗോഡിവ പിസ്റ്റാഷ്യോയും കുനാഫയും. ലാസ്റ്റ് ഓഫ് ദ പിസ്റ്റാഷ്യോ കുനാഫ സാധനം. ഇത് സൂപ്പറായി കേട്ടാ. പിസ്റ്റാഷ്യോയും കുനാഫയും കൂടെ രണ്ടും കൂടെ.
ഓ എൻ്റെ അത് മൊത്തം പിസ്ത തന്നെ കേട്ടാ. ചെറിയൊരു പീസ് തന്നോ, എനിക്കൊരു ചെറിയ പീസ നീണ്ടായി. അത് മൊത്തം പിസ്ത തന്നോ കേട്ടോ. ഓ ഇത് കൂടിയാ. ഓ അടിപൊളി, ഇത് സൂപ്പർ കേട്ടാ. അല്ല റിച്ച് അല്ലേ, റിച്ച് സാധനം കൊള്ളാം. ലാസ്റ്റ് ചോക്ലേറ്റ് ലാസ്റ്റ് പീച്ച്, ഗാലക്സി പീച്ച്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുട്ടായി അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നത്. കുനാഫയുടെ ടേസ്റ്റ് മാറാൻ പീച്ചിന്റെ ഒരു നല്ല പാക്കിംഗ് ഇല്ലേ എല്ലാം. ഗാലക്സിയുടെ പാക്കിംഗ് ഉണ്ടോ, സൂപ്പർ. ഇച്ചിരി മതി കഴിച്ചോ. ആ കറക്റ്റാ പീച്ചിന്റെ ഫ്ലേവർ. ഗുഡ് ഇന്റൻസ് സാധനം, ഭയങ്കര ടോപ്പ് പീച്ച് ഫ്ലേവർ. ഓ പീച്ച് കഴിച്ച് ഫിറ്റ് ആയവനെ കാണാം. ഒരു പീച്ച് ഐസ് ടീയുടെ ഫ്ലേവർ അല്ലേ, കൊള്ളാം. എനിക്ക് ലേസും ഇഷ്ടപ്പെട്ട്, തോമ്യമും മറ്റേ അതും ഇഷ്ടപ്പെട്ടു, തെരിയാക്കി. കോക്കനട്ട് ഫ്ലേവർ ഇത് മറ്റേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. കോക്കനട്ട് വേഫറും അതാ. ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമുകൾ ഗൈസ്, കൊള്ളാം. ഓ എൻ്റെ പൊന്നോ, വൻ സെറ്റപ്പ് റൂം കേട്ടാ. ഇവിടെ തന്നെ ബാൽക്കണി ഉണ്ട്. വാവ്, ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണി വ്യൂ. വാവ് ഗൈസ്, അവിടെ കായലാണ്. പകൽ വന്നു കഴിഞ്ഞാൽ കട്ട വ്യൂ ആയിരിക്കും കേട്ടോ, രക്ഷയില്ല. നല്ല റൂം, ഇറ്റ്സ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. നൈസ് വ്യൂ, നൈസ് റൂം ഗൈസ്, കൊള്ളാം. ഇല്ല ഇങ്ങോട്ടാ ഗൈസ്, എൻ്റെ ഫുഡ് വരുന്നുണ്ട്, ഫുഡ് ബ്ലോഗായി. ഇതാണ് അപ്പം നമ്മുടെ പൊറോട്ട, ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും കഴിച്ചു നോക്കാം. പൊറോട്ട നല്ല സോഫ്റ്റ് ആണല്ലോ. ഹോം മെയ്ഡ് സബ്. പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ട ഗൈസ്. ഷുഗർ റഷ് അടിച്ച് ചാവ നീ. ഒന്നേ രണ്ട് വന്നിട്ട് കുറച്ച് നാളായല്ലോ അനന്ത് കണ്ടിട്ട്. ഹായ് ഗൈസ്, വെൽക്കം. ഓ അച്ഛോ, എന്റെ മെയിൻ ആള് വന്നു. സമയം താങ്ക് യു. എന്റെ ബർത്ത്ഡേ അതോ അവന്റെ ബർത്ത്ഡേ ബാക്കിക്കണം എന്റെ. അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ് ഗൈസ്. ലേറ്റ് ആയിട്ടായാലും കുറച്ചു നേരം കഴിഞ്ഞ് വന്ന്. എങ്ങനെ ഉണ്ടായിരുന്നടാ ഡീമൺ സ്ലെയർ? പൊളിയാണോ? ആ എനിക്ക് ഉറക്കം വന്നടാ. ഗൈസ് എല്ലാരും വന്നിരിക്കുകയാണ്, നമ്മൾ ചില്ലടിക്കട്ടെ. ഇവിടെ ഇതിന് ചിപ്സ് എല്ലാരും ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തേട്ടാ. എല്ലാരും ഇവിടെ ആളെ കിട്ടിയായിരുന്നു, അപ്പൊ ഞാൻ മൊത്തം ട്രൈ ഔട്ട്സ്. യെസ്. ഓ പാട്ട് കോപ്പിറൈറ്റ്. ഓ നോ. അപ്പൊ ഗൈസ് എല്ലാവരും ടാറ്റാ ബൈ ബൈ. കഴിഞ്ഞു ഗൈസ്.